സമൂഹത്തിൻ്റെ പാലാ സെൻറ് തോമസ് പ്രൊവിൻസിൻ്റെ ആസ്ഥാന കേന്ദ്രമായ സെൻറ് തോമസ് പ്രൊവിൻഷ്യൽ ഹൗസ്, പാലക്കാട്ടുമല ഇടവകയുടെ മധ്യത്തിൽ നിലകൊള്ളുന്ന പ്രൊവിൻഷ്യൽ ഹൗസ് ഗ്രാമഭംഗി നിറഞ്ഞു തുളുമ്പുന്ന പാലക്കാട്ടുമല ഗ്രാമത്തിൻ്റെ ആത്മീയ ശക്തിയുടെ സ്രോതസ്സായി നിലകൊള്ളുന്നു. വിടർന്നു പുഷ്പിക്കുന്ന മനോഹരമായ പൂന്തോട്ടം ഈ മനോഹര ഗേഹത്തിലെത്തുന്നവർക്ക് പുഞ്ചിരി തൂകി സ്വാഗതമരുളുന്നു. ഫലവൃക്ഷങ്ങളും ഫലമേകുന്ന പച്ചക്കറിത്തോട്ടങ്ങളും വിളകളും കപ്പ കൃഷിയും തെങ്ങും വാഴയും ചേനയും ചേമ്പും ഇഞ്ചിയും മഞ്ഞളും, ഇങ്ങനെ ഒരു കുടുംബത്തിന് ആവശ്യമായിട്ടുള്ളതെല്ലാം സ്വന്തം അധ്വാനത്തിലൂടെ കണ്ടെത്താൻ ഈ ഭവനത്തിലെ സമർപ്പിതർ എന്നും അത്യുത്സാഹം കാണിക്കുന്നു. പ്ലാവും മാവും പേരയും കോവലും പാവലുമൊക്കെ അനുദിന ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്. പയറു കൃഷി ഇവിടുത്തെ സമർപ്പിതർക്ക് ഒരു ഹരമാണ്. സ്വന്തം ഭവനത്തിലേക്ക് വേണ്ടി മാത്രമല്ല, അയൽ മഠങ്ങളിലേക്ക് കൂടി വേണ്ട പയർ ഉൽപ്പാദിപ്പിക്കാൻ അതീവ ശ്രദ്ധയോടെ നടത്തുന്ന പയർ കൃഷി എന്നും ചുറ്റുമുള്ളവർക്കൊരു മാതൃകയായി നിലകൊള്ളുന്നുണ്ട്. തടമെടുത്ത് വളമിട്ട് നന്നേ ചെറുപ്പം മുതലേ വളരെ ശ്രദ്ധയോടെ പരിപാലിക്കുന്ന കൃഷി രീതിയാണ് ഇവിടെയുള്ളത്. ഇന്നോളം കാലങ്ങളായി വെണ്ടയോ പയറോ പാവലോ കോവലോ ഒന്നും വില കൊടുത്തു വാങ്ങേണ്ട അവസ്ഥ ഈ ഭവനത്തിലില്ല എന്നുള്ളതും അഭിമാനാർഹം തന്നെ. പച്ചക്കറിക്കൊപ്പം അത്യാവശ്യം ജാതി കൃഷിയും കൈവശമുണ്ട് ഈ സമർപ്പിതരുടെ കൈകളിൽ. തഴച്ചു വളരുന്ന വഴുതനത്തോട്ടം കണ്ണിനും മനസ്സിനും സന്തോഷം പകരുന്ന കാഴ്ചയാണ്. ഓരോരുത്തരും തങ്ങളാലാവുന്ന വിധം മനോഹരമായ ഈ പച്ചക്കറിത്തോട്ടം നിർമ്മിക്കുന്നതിൽ സഹകരിക്കുന്നു എന്നുള്ളതും ഈ ഭവനത്തിന്റെ കൂട്ടായ്മ വർദ്ധിക്കുന്നു. മനോഹരമായ ചീനിത്തോട്ടം, കൊമ്പമുളകും വെള്ളക്കാന്താരിയും പച്ചക്കാന്താരിയുമൊക്കെ അനുദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്നതിൽ ഉത്സാഹം കാണിക്കുന്നവരാണ് പ്രൊവിൻഷ്യൽ ഹൗസിലെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്. വാഴയുമുണ്ട് ആവശ്യത്തിലേറെ, ഏത്തയും ഞാലിപ്പൂവലും റോബസ്റ്റയും ഒക്കെ. കൂടാതെ ഔഷധ ചെടികളും പച്ചക്കറിത്തോട്ടത്തിൻ്റെ ഒപ്പം കൃഷിക്കായി സമയം കണ്ടെത്തുന്നു. പടവലത്തിന്റെ മനോഹരമായൊരു തോട്ടം തന്നെയുണ്ട് ഈ പ്രൊവിൻഷ്യൽ ഹൗസിൽ. കൂടാതെ വളർന്നു വരുന്ന പാവൽത്തോട്ടവും തഴച്ചു വളരുന്ന പാവയ്ക്കായുമൊക്കെ കണ്ണിനും മനസ്സിനും ആരോഗ്യത്തിനും എപ്പോഴും ഉത്സാഹം പകരുന്നു. ചീര കൃഷി ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. തടമെടുത്ത് വളമിട്ട് കാലാകാലങ്ങളിൽ മാറി മാറി നടന്ന ചുമലച്ചീരയും പച്ചച്ചീരയുമൊക്കെ കറിക്ക് എന്നും ഉപകാരപ്പെടുന്നു. സാധാരണ അത്ര മെച്ചമായി വരാത്ത തക്കാളി കൃഷി ഇവിടുത്തെ സമർപ്പിതരുടെ കൈകളിൽ നന്നായി വിളയാറുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ മാത്രം ചെയ്തു വന്നിരുന്ന കോളിഫ്ലവർ കൃഷി ഇവിടെ പച്ചക്കറിത്തോട്ടത്തിന് ഒരു അഴകു പകരുന്ന കൃഷിയാണ്. ഇങ്ങനെ പൂക്കളാലും ചെടികളാലും പച്ചക്കറികളാലും പ്രകൃതിയോടൊപ്പം ജീവിക്കുന്നു ഇവിടുത്തെ സമർപ്പിതർ.